ഹായ് ആൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു എംബ്രോയിഡറി സ്റ്റിച്ചുമായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുവൻ റോസ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് ഇനി സ്പൈഡർ വെബാണ് ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂഷനുള്ള സ്റ്റിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്പൈഡർ വെബ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് അവർക്ക് കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ സ്പൈഡർ വെബാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹൂപ്പും ത്രെഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പൈഡർ വെബാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ മുന്നേ വുവൻ റോസ് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈഡർ വെബ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പൈഡർ വെബ് ചെയ്യാൻ വേണ്ടിയിട്ട് വുവൻ റോസ് ചെയ്തിരുന്നല്ലോ, നമ്മൾ ഇങ്ങനെ ലൈൻസ് ആക്കി വെച്ചിരുന്നല്ലോ നമ്മൾ ത്രെഡ് വെച്ചിട്ട്, അതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ത്രെഡ് ഒന്ന് പുറത്തോട്ടെടുക്കുക. ഞാൻ 6 strands വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഇതുപോലെ താഴത്തോട്ട് ഇറക്കി തൊട്ടപ്പുറത്തുള്ള പോയിന്റിലൂടെ മുകളിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇനി നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ കൊണ്ടുപോയതിന് ശേഷം വീണ്ടും തൊട്ടപ്പുറത്തിട്ടുള്ള പോയിന്റിലൂടെ ഇതുപോലെ പുറത്തോട്ടെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈൻസ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 6 ലൈൻസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നീഡിലൊന്ന് പുറത്തോട്ട് കൊണ്ടുവരാം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് നമ്മൾ പുറത്തോട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതുപോലെ നീഡിൽ കൊണ്ടുപോകാം. ഓക്കെ, കൺഫ്യൂഷൻ വരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഓക്കെ, നമ്മൾ നീഡിൽ താഴത്തൂടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു ലൈനിലൂടെയാണല്ലോ നമ്മൾ നീഡിൽ താഴത്തോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇനി വീണ്ടും ഈ ഒരു ലൈനിലൂടെ തന്നെ വീണ്ടും ഇതുപോലെ നീഡിൽ കൊണ്ടുപോവുക. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ലൈനിൻ്റെ താഴത്തൂടെയും കൊണ്ടുപോവുക. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. നമ്മൾ ഈ ഒരു ലൈനിൻ്റെ താഴത്തൂടെയും എടുത്തിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ലൈനിൻ്റെ താഴത്തൂടെയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ചെടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ലൈനിൻ്റെ, അതായത് നമ്മൾ നീഡിൽ കൊണ്ടുവന്നല്ലോ, ഈ ഒരു ലൈനിൻ്റെയും അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലൈനിൻ്റെയും താഴത്തൂടെ ഇതുപോലെ നീഡിൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴാവും മനസ്സിലാവുക. ഓക്കെ, ഇനി നമ്മളിപ്പം ഈ ഒരു ത്രെഡിൻ്റെയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള മറ്റേ ത്രെഡിൻ്റെയും താഴത്തൂടെ നീഡിൽ ഇതുപോലെ കൊണ്ടുപോവുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ.
ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഒരുപാട് ടൈറ്റൺ ചെയ്ത് വലിക്കരുത്.
അപ്പോൾ ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നോർമൽ നോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പൈഡർ വെബ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കൊരു ചെറിയൊരു സ്പൈഡർ വെബിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈഡർ വെബ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാണുമ്പോഴാവും മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ ഒന്നും പറയാണ്ടിരുന്നത് കേട്ടോ. അപ്പം ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു സ്പൈഡർ വെബ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഗാർമെൻറ്റ്സിലൊക്കെ കുറച്ചൊരു ബോൾഡ്നെസ്സും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു സ്പൈഡർ വെബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സ്പൈഡർ വെബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു സ്പൈഡർ വെബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ബോൾഡ് തീമിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു സ്പൈഡർ വെബ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഉള്ളവർക്കൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.